എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എപ്പോഴും. നമുക്ക് ധ്രുവചരിതം എന്ന 17-ാം ദശകത്തിലെ 8-ാം ശ്ലോകം നോക്കാം. താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷദാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവർത്തിഹീനം. താവത് വിബോധവിമലം പ്രണുവന്തം ഏനം തദീയഭാവം അവഗമ്യ ത്വം ആഭാഷദാഃ ധ്രുവ ചിരം രാജ്യം സമനുഭൂയ ഭൂയഃ സർവോത്തരം വിനിവർത്തിഹീനം പദം ഭജസ്വ. താവത് വിബോധവിമലം എന്ന് പറഞ്ഞാൽ സ്തുതിക്കാൻ മറന്നുപോയ ആ സന്തോഷത്തിരത്തള്ളലിലകപ്പെട്ടു പോയ ധ്രുവകുമാരൻ്റെ കവിൾത്തടത്തിൽ ശംഖ് കൊണ്ടൊന്ന് തലോടി. അപ്പോഴേക്കും ആ തടവിക്കഴിഞ്ഞപ്പോഴേക്കും വിശിഷ്ടമായ ബോധത്താൽ, അതായത് ഒരു പ്രത്യേക ബോധം, അതായത് ജ്ഞാനമുണ്ടായി എന്നർത്ഥം. ഭഗവാന്റെ സ്പർശം കൊണ്ട് അതുവരെ മനസ്സിലുണ്ടായിരുന്ന ആ കാലുഷ്യവും മനോമാലിന്യമെല്ലാം അകന്ന് പ്രത്യേക ഒരു ജ്ഞാനം, ഒരു വിശിഷ്ട ബോധം ആ കുമാരനുണ്ടാവുകയാണ്. പ്രണുവന്തം ഏനം, ധാരാളമായി ആ നന്നായിട്ട് സ്തുതിക്കുന്നവനായി. പിന്നീട് ആ പ്രകർഷേണ ധാരാളമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നവനായി നിന്ന ആ ധ്രുവകുമാരനോട് തദീയ ഭാവം അവഗമ്യ, അവൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് വന്നത്, എന്തിനാണ് തപസ് ചെയ്തതെന്ന് ഭഗവാനോട് പറഞ്ഞില്ല. ഭഗവാൻ എല്ലാം അറിയാം, അന്തര്യാമിയാണ്. അതുകൊണ്ട് ആ ഭഗവാൻ അവൻ്റെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് ആഭാഷധാഹ അരുളി ചെയ്തു. ഇപ്രകാരം കുമാരനോട് പറയുകയാണ്, ധ്രുവ, അല്ലയോ ധ്രുവ, ചിരം രാജ്യം സമനുഭൂയ, ചിരം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയഃ. രാജ്യം ചിരം സമനുഭൂയ എന്ന് പറഞ്ഞാൽ വളരെ കാലം, ചിരം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കാലം രാജത്വത്തെ നന്നായി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുക, ആ രാജാവിൻ്റേതായ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് പ്രജകളെയൊക്കെ നോക്കി ആ ഒരു നല്ല രാജാവായിട്ട് വളരെ കാലം ആ സുഖഭോഗങ്ങൾ അനുഭവിച്ചോളുക. എന്നിട്ട് ഭൂയഃ സർവോത്തരം, പിന്നെ സർവോത്തരം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളെക്കാളും, ഈ രാജത്വത്തിനേക്കാളും രാജസിംഹാസനത്തിനേക്കാളും എല്ലാത്തിനേക്കാളും മികച്ചതായ ഒരു സ്ഥാനമുണ്ട്. അതാണ് ധ്രുവപദം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചത്, അതിന് വിനിവർത്തിഹീനം, അതിന് ആവർത്തനമില്ല. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അനുഭവിക്കാമെന്ന് വിചാരിക്കേണ്ട, അതിന് പുനരാവൃത്തി ഇല്ലാത്തതുമായ ആ സ്ഥാനത്തെ പ്രാപിച്ചുകൊള്ളുക. പദം ഭജസ്വ, ഭജിച്ചുകൊള്ളുക. അതായത് ഇവിടെ ധ്രുവനിൽ നിന്ന് ആ ഒരു സ്തുതി വചനം, കുട്ടിയല്ലേ, കുട്ടികളുടെ മനസ്സിൽ കളങ്കമില്ല, അതായത് ആ നിഷ്കളങ്കമാണ് ആ സ്തുതി വചനങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രസന്നനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. വളരെ കാലം രാജസുഖങ്ങളെല്ലാം അനുഭവിച്ച് അനന്തരം ആ ഭജസ്വ, ആ പദം, എല്ലാ സ്ഥാനങ്ങളെക്കാളും മികച്ചതായ ആ പദം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കുക എന്നാണ്. നമുക്കിനി 9-ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യൂജുഷി ത്വയി ഗതേ നൃപനന്തനോസാഉ ആനന്ദിതാഖിലജനോ നഗരീമുപേദഃ രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമഃ താതേ ഗതേ ച വനമാദൃതരാജ്യഭാരഃ. ഇത്യൂജുഷി ത്വയി ഗതേ നൃപനന്ദനോസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേദഃ രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമഃ താതേ ഗതേ ച വനമാദൃതരാജ്യഭാരഃ. ത്വയി ഇതി ഊജുഷി ഗതേ നൃപനന്ദനഃ അസൗ ആനന്ദിതാഖിലജനഃ നഗരീം ഉപേതഃ താതേ വനം ഗതേ ച ആദൃതരാജ്യഭാരഃ ഭവദനുഗ്രഹപൂർണകാമഃ ചിരം രേമേ. അവിടുന്ന് ഇപ്രകാരം അനുഗ്രഹിച്ചുവല്ലോ ഭഗവാൻ. അപ്പോൾ ഇത്യൂജുഷി, ഇങ്ങനെ ആ ഭഗവാന്റെ ആ വാക്കുകൾ അനുഗ്രഹിച്ചിട്ട് ആ വാക്കുകൾക്ക് പറഞ്ഞിട്ട് ത്വയി ഗതേ, അവിടുന്ന് പോയി, അവിടുന്ന് അന്തർധാനം ചെയ്തു, അപ്രത്യക്ഷനായി.
നൃപനന്ദനഃ അസൗ, ആ രാജകുമാരനായ ആ ധ്രുവൻ ആനന്ദിതാഖിലജനഃ, ആ എല്ലാ ജനങ്ങളെയും അഖില ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായിട്ട് ആ നഗരീം ഉപേതഃ, തിരിച്ച് സ്വന്തം നഗരത്തിലേക്ക് വന്നു. ആ കുട്ടിയല്ലായിരുന്നോ, പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെയധികം വിഷമിച്ച് കാണും അല്ലേ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വളരെയധികം എല്ലാ ജനങ്ങളും വളരെയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. താതേ വനം ഗതേ ച, ആ തിരിച്ചു വന്നു ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അച്ഛൻ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു. അതായത് ജീവിതത്തിന് ആ ലൈഫിന് 4 സ്പാൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, അവസാനത്തെയാണ് സന്യാസം. അപ്പോൾ 3ാമത്തെയാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സന്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ആ നഗരം വിട്ടു പോവുകയാണ്. ആദൃത രാജ്യഭാരഃ, അപ്പോൾ ആ രാജ്യഭാരം ആരെ ഏൽപ്പിച്ചു? ധ്രുവകുമാരനെ ഏൽപ്പിച്ചു. അങ്ങനെ രാജാവിൽ നിന്ന്, അച്ഛനിൽ നിന്ന് രാജ്യഭാരം സ്വീകരിച്ചിട്ട്, അപ്പോൾ എല്ലാ ജനങ്ങളെയും ആനന്ദിപ്പിച്ച് അച്ഛൻ വനത്തിലേക്ക് വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് പോയി കഴിഞ്ഞപ്പോൾ ആ രാജ്യഭരണത്തെ സ്വീകരിച്ചവനായി ഭവദനുഗ്രഹ പൂർണ്ണകാമഃ, ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമസ്ത കാമഃ, പൂർണ്ണകാമഃ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനായിട്ട്. കാമം എന്ന വാക്കിന് ഇവിടെ ആഗ്രഹങ്ങൾ എന്നേ അർത്ഥം വിചാരിക്കേണ്ടതുള്ളൂ. ചിരം രമേ, രമിച്ചു. രമിച്ചു എന്ന് പറഞ്ഞാൽ സുഖമായി താമസിച്ചു. ചിരം, വളരെ കാലം സുഖമായി താമസിച്ചു എന്നർത്ഥം. ത്വയി ഇതി ഊജുഷി ഗതേ, അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്ത് ആ ഭഗവാൻ അന്തർധാനം ചെയ്തതിന് ശേഷം ആ രാജകുമാരനായ ധ്രുവൻ സകല ജനങ്ങളെയും ആനന്ദിപ്പിച്ചവനായിട്ട് നഗരത്തിലേക്ക് തിരിച്ചു വന്നു. ആ പിതാവ് വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് കാനനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ രാജ്യഭാരം സ്വീകരിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ച സർവ്വകാമങ്ങളും സാധിച്ച, ആഗ്രഹങ്ങളും സാധിച്ചവനായിട്ട് വളരെ കാലം സുഖമായി കഴിച്ചുകൂട്ടി. ഇത്യൂജുഷി ത്വയി ഗതേ നൃപനന്ദനോസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേതഃ രമേ ചിരം ഭവദനുഗ്രഹപൂർണ്ണകാമഃ താതേ ഗതേ ച വനമാദൃതരാജ്യഭാരഃ. ഇവിടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 9ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 10ാമത്തെയും 11ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിന്ന് ശുഭദിനം നേരുന്നു. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനമാകട്ടെ ഇന്ന്.